ഗായ്സ്, അപ്പോൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ ബാക്ക് പാക്കിംഗ് ആണ്. ഇന്നിപ്പോൾ ജൂൺ 1 സ്കൂൾ തുറന്നത്. പക്ഷേ പക്ഷേ ഇതിപ്പോൾ ജൂൺ 8 എങ്ങാണ്ടായുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ബാക്ക് പാക്കിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, എനിക്കങ്ങനെ ഫോൺ സ്റ്റാൻഡൊന്നുമില്ല. ഞാൻ സ്റ്റഡി ടേബിൾ സ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ നമ്മൾക്ക് ഇത്രയും ബുക്കുണ്ട്. ഇത്രയും ബുക്കൊന്നും അല്ല, 9 എക്സ്ട്രാ ഉണ്ട്. നമ്മൾ 12 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ടീച്ചർ പറയണതൊക്കെ കൊണ്ടുപോയാൽ മതി. പറയുമ്പോൾ ഓരോന്ന് കൊണ്ടുപോയാൽ മതി. ഇംഗ്ലീഷും മാത്സും മലയാളമൊക്കെ സ്ഥിരം കൊണ്ടുപോകണം. അതെപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഞാൻ ടൈം ടേബിൾ ഒന്നുമില്ല. അങ്ങനെ ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണ ബുക്ക് കൊണ്ടുവന്നാൽ മതി എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ മാത്തമാറ്റിക്സാണ് വയ്ക്കുന്നത്. മാത്തമാറ്റിക്സിൻ്റെ നോട്ട് ഇതാണ്. മാത്തമാറ്റിക്സ് അല്ല, മാത്സ് നോട്ട് ഇതാണ്. വൈകിട്ടത് അത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ബേസിക് സയൻസ് ആണ്. ബേസിക് സയൻസിൻ്റെ നോട്ടാണ്. 200 പേജിൻ്റെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ കൊല്ലത്തെ ബാക്കി വന്ന നോട്ടാണ്. ബേസിക് സയൻസിനും സോഷ്യൽ സയൻസിനും കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റ് നോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് സോഷ്യൽ സയൻസാണ്. സോഷ്യൽ സയൻസിനും കഴിഞ്ഞ കൊല്ലത്തെ കുറേ പേജുള്ള ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എടുത്തത്. അതുകൊണ്ട് എക്സ്ട്രാ ബുക്കൊന്നും മേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ നെയിംസ് ഇപ്പം എൻ്റെ റഫിൻ്റെ ബാക്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഒട്ടിച്ചത്. എന്നിട്ട് ഞാൻ വേറെ ഒരെണ്ണം ഒട്ടിച്ച് വെച്ചേക്കാണ് എനിക്ക് കാണുന്നത്. ഇംഗ്ലീഷ് ഞാൻ ചെറിയ ബുക്ക് കേട്ടോ മേടിച്ചത്. ചെറിയ ബുക്കൊക്കെ മതിയായി. ഇല്ലെങ്കിൽ കറണ്ട് പോയി സാരല്ല, ലേറ്റൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും, നമുക്ക് താങ്ങാൻ പറ്റൂല. ഇടയ്ക്കൊരു ക്യാമറ ഓഫായി പോകണ്ട, എന്താണെന്നറിയൂല. അതും ഞാൻ കയറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ മലയാളം 1 ഫസ്റ്റാണ്. മലയാളം 2 ഉണ്ട്. മലയാളം 1ൻ്റെ ടെക്സ്റ്റ് നോട്ടും കൊണ്ടുപോകാനാണ് ടീച്ചർ പറഞ്ഞത്. അതും ചെറിയ ബുക്കാണ്, വരയിട്ട ചെറിയ ബുക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ പേഴ്സണൽ റഫ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. എനിക്ക് വേറെ റഫും കൂടി ഉണ്ട്. ഒന്നാമത്തെ ഞാൻ എല്ലാ കാര്യം ചെയ്യും. പേഴ്സണൽ റഫിൽ പഠിക്കാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. അങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചത്. പക്ഷേ ഞാൻ പേഴ്സണൽ റഫ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഡിക്റ്റേഷൻ ബുക്ക് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് നാളെ TP ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. കുറേ റാൻഡമായിട്ടുള്ള വേർഡ്സാണ് TP പറഞ്ഞത്. ഭയങ്കര ഈസി ആയിട്ടുള്ള വേർഡ്സായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 42 വേർഡെങ്ങാണ്ടുണ്ട്. ചെറിയ വേർഡാണ്. 42 എന്നൊക്കെ പറയുമ്പോൾ ചെറിയ വേർഡാണ്. പിന്നെ എൻ്റെ പൗച്ചിൽ എന്തൊക്കെയുണ്ടെന്ന് കാണാം. ഞാൻ ബ്ലാക്ക് പെന്നും ബ്ലൂ പെന്നും കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുമ്പോൾ കളർ മാറിയാണ് എഴുതുന്നത്. പിന്നെ ഈ ബ്ലാക്ക് പെൻ കറണ്ട് പോയിട്ട് ക്ലാരിറ്റി ഒന്നും എനിക്കറിയില്ല. ഈ ബ്ലാക്ക് പെൻ എനിക്ക് ടീച്ചർ മലയാളം TPക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ട് എനിക്ക് തന്ന പെന്നാണ്. ഞാൻ പെണ്ണ് പോലെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ സ്കെയിലാണ്. 2 പെൻസിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇത്ര സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഒരു പേനയും സ്കെയിലും റബ്ബറും മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ രണ്ട് പേന ബാഗിൽ കയറ്റി വെച്ച്. ഇത് റബ്ബറാണ് കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ റബ്ബറും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ ചുമ്മാ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ മേടിച്ച റബ്ബറാണ് കേട്ടോ. അത് വാട്ടർ മെലൺ അല്ലല്ലോ, നാരങ്ങയും മുന്തിരിൻ്റെ ഒക്കെ ഷേപ്പുള്ളത്. ഹൈലൈറ്ററാണ്. പിന്നെ ഒരു കട്ടർ കൊണ്ടുവന്നുണ്ട്, ഷാർപ്പനർ. പിന്നെയാണ് റബ്ബർ. ഈ റബ്ബർ കൊണ്ട് മാച്ചിട്ട് എന്ത് ചെയ്താൽ പോകും, അങ്ങനെ നീങ്ങണില്ല. കറണ്ട് വന്ന് എന്ത് ചെയ്ത് പോകണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ വേറൊരു സാധനം കൂടി കൊണ്ടുപോകാൻ പറഞ്ഞു. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്
ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഞാൻ കാണിച്ചു തരാം, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നിൽക്കണം പാടാണോ, കാണിച്ചു തരാം. എനിക്ക് കട്ട് ചെയ്യാനൊക്കെ അറിയാം കേട്ടോ, പക്ഷെ ഞാൻ കട്ട് ചെയ്യുന്നില്ല, ലൈവ് പോലെ കാണിച്ചു തരാം. ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്ന പടാം. ആസ്ട്രോയുടെ ക്ലാസ്മേറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം എന്താവുക എന്ന്. അപ്പോൾ ഇതിലൊരു സ്കെയില് വരുന്നുണ്ട്. സ്കെയില് കണ്ടോ, സ്കെയിൽ നമുക്ക് വളച്ചൊടിക്കാൻ പറ്റും. ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാവും കേട്ടോ അത്. ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലും ആവും. പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുള്ളൂ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണേ ഉള്ളൂ. ഇതിങ്ങനെ ഇരിക്കണേ ട്രയാങ്കിൾ, അത് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നൊന്നും അറിയില്ല, ഇനി വേണം പഠിക്കാൻ. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഇതെന്താണെന്ന് എനിക്ക് അമ്മ പറഞ്ഞു തന്നു, പക്ഷെ ഞാൻ മറന്നുപോയി എന്ത് സാധനം. ഇതൊന്ന് വെക്കട്ടെ. ഇത് വെക്കണമെങ്കിൽ തന്നെ അരമണിക്കൂർ വേണം. ഞാൻ പിന്നെ ഒരു ബാച്ചാട്ടോ ഇത്. പിന്നെ അതിൻ്റെ താഴെ ഞെക്കുമ്പോൾ പുറത്തേക്ക് തന്നെ ഒരു സാധനമുണ്ട്, ഇത് കേടായിപ്പോയിട്ടോ, കേടായിപ്പോയി. പിന്നെ അതിൻ്റെ സാധനങ്ങളുണ്ട്, പക്ഷെ അത് കേടായി പോയതുകൊണ്ട് അത് വെക്കാൻ പറ്റൂല. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു പെൻസിൽ കിട്ടുന്നുണ്ട്. പിന്നെ അയ്യോ ഇതിൻ്റെ പേരും ഞാൻ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയേണ്ട ഇടയിൽ ഇതിൻ്റെ പേരൊന്നും കിട്ടുന്നില്ല. പട്ടം വരയ്ക്കുന്ന സാധനമാണ്, കോമ്പസാണ് എൻ്റെ പേര്. പിന്നെ ഡിവൈഡർ ഇല്ലെന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, ഇതാണ് ഡിവൈഡറിൻ്റെ പകുതി ഭാഗം. അപ്പോൾ ഇതിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഡർ ആയിക്കോളും. നമ്മളിതിങ്ങനെ അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതവിടെ ഇരിക്കുക. മറ്റേതങ്ങനെ കയറ്റി വയ്ക്കുക, അങ്ങനെ ഉപയോഗിക്കണം. അപ്പം ഞാനിത് ടീച്ചർ പറയണതിന് മുമ്പ് സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുകയാണ്, ഇതൊക്കെ ലക്ഷറി, ഭയങ്കര ലക്ഷറിയാണ്. ഇതൊക്കെ ഒരു ലക്ഷറി അല്ല, ഞാൻ കണ്ണി കണ്ടപ്പോൾ മേടിച്ചു എന്നുള്ളൂ. അച്ഛനിങ്ങനെ ചോദിച്ചു ഇത് മതിയോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ടാണ് കൺഫ്യൂഷൻ ആയിട്ട് വരികയായിരുന്നു. അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. എല്ലാ സാധനവും ഉണ്ട് ഇതിനകത്ത്, അതുകൊണ്ട് മേടിച്ചതാണ്. നമുക്ക് ഇതും കൂടി വെച്ച് കൊടുക്കാം. ടീച്ചർ ഒന്നാമത് ഇന്ന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇന്നല്ല, നാളെ കൊണ്ടുപോകാം. റഫ് നിർബന്ധമായതുകൊണ്ട് ഞാൻ കൊണ്ടുപോവാണ്. ഈ വിളി കട്ട് വന്ന് കിടപ്പുണ്ട് കേട്ടോ, എവിടെന്നാണ് എനിക്ക് അറിഞ്ഞൂട്ടാ. എന്താണ് ഈ ചോറുണ്ണുമ്പോൾ പിരിക്കാനുള്ള ടവലാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കണത്. ഈ ഒരു സാധനം ഞാൻ 3 ദിവസം കൊണ്ട് കൊണ്ടുപോകും കേട്ടോ. ഒരെണ്ണം കൊണ്ടുപോയി അടുത്ത ദിവസം വേറൊരെണ്ണം കൊണ്ടുപോകാൻ ഒന്നും പറ്റില്ല. ഇത് ഞാൻ 3 ദിവസം 4 ദിവസം കൊണ്ട് കൊണ്ടുപോകും. വെച്ചിട്ട് അപ്പം അത്രേ ഉള്ളൂ. കുപ്പിയും പാത്രമൊക്കെ നാളെ രാവിലെ നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബാഗ് പാക്കിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ബൈ ബൈ.